ഷാദിലി മുഹമ്മദ് ഷാദിലി മുഹമ്മദ് ഷാദിലി. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. الصلاة والسلام عليك يا رسول الله. الصلاة والسلام. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. ഒരു ഉസ്താദ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആ കുഞ്ഞിന് പേര് വിളിക്കുന്നൊരു വീഡിയോ. വല്ലാത്തൊരു സന്തോഷം നൽകിയൊരു വീഡിയോ. പക്ഷേ അതിൻ്റെ അടിയിൽ എഴുതിയ കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു കുട്ടിയുടെ മുടികളച്ചിലിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, 7 ദിവസമായിട്ടുള്ള ഈ കുട്ടിയുടെ പ്രായം. ആ ഉസ്താദ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത്രേ. മുഹമ്മദ് സിനാൻ ഫാദിലി എന്ന പേരുള്ള ഉസ്താദാണ്. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. ഈ ഉസ്താദ് ഒരു പള്ളിയിലെ ഇമാമാണ്, മദ്രസയിലെ ഉസ്താദാണ്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഈ അപകടം നടന്നത്. ഈ ഉസ്താദ് കുട്ടിയുടെ മുടികളച്ചിലുണ്ട്, ആകെ ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടി. ആ കുട്ടിക്ക് പേര് വിളിക്കണം എന്നൊരാഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു. വളരെ നന്നായിട്ട് എപ്പോഴും സൗമ്യമായിട്ട് പുഞ്ചിരിക്കുന്ന ഇദ്ദേഹത്തെ പരിചയമുള്ള ആളുകളൊക്കെ വളരെ സൗഹൃദ വലയങ്ങളിലുള്ള സുന്നത്തി ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകനായ ആരുമായിട്ടും എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് അവശേഷിക്കുന്നൊരു മുഖം. അപ്പം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് പേരിട്ടതുപോലും ഉസ്താദിൻ്റെ അനുഗ്രഹാശിരസ്സുകളോട് കൂടിയിട്ടാണ്. അദ്ദേഹം ഉസ്താദ് പറഞ്ഞു കൊടുത്തൊരു പേരാണ് ഈ കുഞ്ഞിനിട്ടത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുടികളച്ചൽ ചടങ്ങിന് വന്ന് തിരിച്ചു പോവാണ് മദ്രസയിലേക്ക് വേഗത്തിലെത്താൻ. കാരണം മദ്രസ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ശനിയാഴ്ചയാണ് എല്ലാവരുടെയും മദ്രസ സ്റ്റാർട്ട് ചെയ്തത്. ആ നിർത്തിയിട്ടൊരു വാഹനത്തിൻ്റെ പിറകിൽ ഇടിച്ചിട്ട് ഈ ഉസ്താദ് തെറിച്ചു വീണു. തലക്ക് സാരമായിട്ട് പരിക്കേറ്റു. മുഹമ്മദ് സിനാൻ ഫാദിലി എന്നുള്ള ഒരു ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ ഒരു ഭാര്യയുടെ ഒരു അവസ്ഥ, ആ ഒരു കുഞ്ഞ് സ്വന്തം വാപ്പാനെ കണ്ണിറയെ കാണാൻ പോലുമുള്ളൊരു ഭാഗ്യം ആ കുഞ്ഞിനുണ്ടായില്ല. ജന്മം നൽകിയൊരു മകനെ ഒന്ന് പൊന്നാരിക്കാനോ താലോലിക്കാനൊരു ഭാഗ്യം ആ മുഹമ്മദ് സിനാൻ ഫാദിൽ എന്നുള്ള ഉസ്താദിനുണ്ടായില്ല. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ആ വീഡിയോ ആണ്. ആ കുഞ്ഞിനെ പൊന്നാരിച്ചിട്ട് ആ പിതാവിൻ്റെ ഏറ്റവും സ്നേഹസമ്പന്നമായ ആ ഒരു വീഡിയോ. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അല്ലേ? നമുക്ക് എന്തൊരു ഉറപ്പാണ് നാളേക്കുള്ളത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വിവരം അറിഞ്ഞ ആളുകളാവാം. നമ്മളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക, ക്ഷമ കിട്ടാൻ വേണ്ടി. അതോടൊപ്പം മരണപ്പെട്ട ഉസ്താദിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മദ്രസയിലും പള്ളിയിലൊക്കെ ഉസ്താദുമാരുടെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ സുബഹിക്കൊക്കെ വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉസ്താദുമാർ മരണപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം വേറൊരു കേസാണ് ഈ മദ്രസയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നേരത്തെ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നോ ഭാര്യ വീട്ടിൽ നിന്നോ ഒക്കെ കുടുംബമായിട്ട് കഴിയുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരല്പം ഇളവ് കൊടുക്കുന്നൊരു രീതി കമ്മിറ്റിക്കാർക്കുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വെള്ളിയാഴ്ച പോയിട്ട് അല്ലെങ്കിൽ ഇതിന് ഫംഗ്ഷനൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ധൃതി പിടിച്ച് വരണ്ട. നിങ്ങൾ അരമണിക്കൂർ വൈകിയാലും പ്രശ്നമില്ലാന്ന് കരുതുന്ന ഒരു കമ്മിറ്റിക്കാരാണെങ്കിൽ ഈ ഉസ്താദുമാരൊന്ന് സാവധാനം വരുള്ളൂ. ഇതൊരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ശമ്പളം പിടിക്കുന്ന സ്വതറോ ചീത്ത പറയുന്ന സ്വതറൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ മുന്നിലിട്ടിട്ട് വരെ ചീത്ത പറയുന്ന സ്വതറുമാരുണ്ട്. ഈ കേസ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, അത് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെയുള്ള പല കേസുകളിലാണ് വേഗത്തിലെത്താൻ വേണ്ടി ഉസ്താദുമാർ ചീറിപ്പാഞ്ഞി പോണത്. ഉസ്താദുമാരെ ഒരു ചീത്ത കേട്ടാലും വേണ്ടില്ല, ഒരു ദിവസം സാലറി കുറഞ്ഞാലും വേണ്ടില്ല, ജീവൻ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എൻ്റെ ലൈഫിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തും നേരം വൈകുകയാണെന്നുണ്ടെങ്കിലും ചീത്ത കേട്ടാലും വേണ്ടില്ല, നമ്മൾ ആ പതുക്കെ പോകുള്ളൂ. ഇന്നെല്ലാവരും കളിയാക്കും, വളരെ സ്ലോവിലാണല്ലോ നിങ്ങൾ പോകാൻ. മതി, എന്തിനാണ് ധൃതിയിൽ ഇതാക്കിയിട്ട് പോണത്? ഞാനും മദ്രസയിൽ അധ്യാപകനാവണ കാലത്ത് കല്യാണമൊക്കെ ശേഷമൊക്കെ നമ്മൾ പല കാരണങ്ങളാലൊക്കെ വൈകുമ്പോൾ ഈ ഒരു മുഷിപ്പ് കാണാം. കാരണം നമ്മൾ പെട്ടെന്ന് മഴക്കാലൊക്കെ സമയത്ത് നമ്മൾ എത്ര കോട്ടിട്ടാലും നനയും. ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നനഞ്ഞിട്ട് മദ്രസയ്ക്ക് പോകണം, നമ്മൾ എവിടെയെങ്കിലും കയറിക്കും. ഇതൊന്നും മറ്റൊരങ്ങോട്ട് കേൾക്കൂല. എന്താ പനക്ക് മാത്രമേ ഉള്ളൂ. ഒരു തരം ഈർഷ്യതയാണ്. റോഡൊക്കെ വളരെ നല്ല റോഡാണ്, എല്ലാ സൗകര്യങ്ങളുള്ള റോഡാണ്. നിർത്തിയിട്ടൊരു വാഹനത്തിൻ്റെ പിറകിൽ പോയിരിക്കണമെങ്കിൽ ആ ഉസ്താദ് സ്പീഡിലായിരിക്കും സംഭവിക്കും. പിന്നെ ഹെൽമെറ്റ് ഇട്ടില്ലെന്ന് ആ പാവം
ഹെൽമറ്റ് ഇട്ടാലും ഇപ്പോഴത്തെ ഹെൽമറ്റ് തലക്ക് വലിയ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഒഴിവാക്കാവുന്ന ദുരന്തങ്ങളാണ്. പതുക്കെ പോവാന്നുള്ളത് നമ്മൾ ശീലിക്കണം. ജോലി എവിടെ എന്ത് സാഹചര്യമാണെങ്കിലും അതോടൊപ്പം ഹെൽമറ്റ് നമ്മൾ നിർബന്ധമാണ്. ഹെൽമറ്റ് ഇട്ടാൽ മാത്രം പോരാ, അത് ക്ലിപ്പ് ചെയ്യും വേണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ വീഡിയോ കാണുന്ന കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള ആളുകൾക്ക് ഫാദിലിൽ നിന്ന് വരുള്ള ഈ ഉസ്താദിനെ അറിയുമായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറയുന്ന ഒരു കാര്യം, അമേരിക്ക ജയിച്ചു, ഇറാന് തോറ്റു. അമേരിക്ക ആണോ യുദ്ധം ജയിച്ചിട്ടുള്ളത്? കാരണം നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്നിട്ട് ഇറാന്റെ ഒരുപാട് സ്ഥലങ്ങൾ തകർത്തിട്ടുണ്ട്. അവരുടെ പരമോന്നത നേതാവ് അങ്ങനെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട ഹൈ പോസ്റ്റിലുള്ള ആളുകളെയൊക്കെ കൊന്നു. അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ആയുധ സംഭരണ ശേഷികളും ഒക്കെ തകർത്തു എന്നൊക്കെ ഈ അമേരിക്കയും ഇസ്രായേലും പറയുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. അതോടൊപ്പം ഇറാനിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. സൈന്യവും അതോടൊപ്പം ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡും ഒക്കെ പരസ്പരം തെറ്റി ആരെ അടുത്ത ഓരോ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഭിന്നത ഉണ്ട്. ഇതൊക്കെ പുറത്തു വരുന്ന ഒരു വാർത്തയാണ്. നമ്മളെപ്പോഴും ഭിന്നിക്കുമ്പോഴാണ് നമ്മുടെ ശക്തി പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഇസ്രയേലിൻ്റെ നേരേക്ക് ഇറാനിൻ്റെ ദീർഘദൂര മിസൈലുകളും അതോടൊപ്പം ക്ലസ്റ്റർ ബോംബുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ രാജ്യം പറഞ്ഞ വലുപ്പത്തിലല്ല, ഇസ്രയേലിനെ അമേരിക്ക വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു ചെറിയ രാജ്യമാണ്. ഈ ഒരു മാസത്തിലേറെ പോരാടിയിട്ടും ആ രാജ്യത്തിനെ കീഴ്പ്പെടുത്താനോ അവിടെ ഭരണം മാറ്റാനോ കഴിയാത്തിടത്തോളം കാലം ഈ ഒരു അമേരിക്ക ജയിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അമേരിക്ക സ്വയം അങ്ങോട്ട് പറയും യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞാൽ പിന്മാറിയിട്ട് അങ്ങനെ പിന്മാറാൻ കാരണം വെച്ചാൽ അമേരിക്ക പിന്മാറുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം ആര് നിർത്തും? ഇറാന് നിർത്തും. കാരണം ഏതായാലും ഒരു 20 വർഷത്തെ പിറകിലേക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പോയിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഗ്യാസിനൊക്കെ 190 രൂപയാണ്. ഹോട്ടൽ സാധനങ്ങൾക്കൊക്കെ വില കൂടി, പൊറാട്ടയ്ക്കാണെങ്കിലും ചായക്ക എല്ലാത്തിനും വില കൂടി, ഇന്ധന വിലകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോഴും ചിരിച്ചിരുന്നിട്ട് നമ്മളിപ്പോഴും ആർഭാടങ്ങളാണ്. ചില കല്യാണങ്ങളും ആഘോഷങ്ങളിലൊക്കെ കാണാം. ഞാൻ പ്രത്യേകം പറയുന്നു, ഗൾഫുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ, ഗൾഫുകാരുടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലേക്ക് ആവാൻ പോവാണ്. ചെലവ് ചുരുക്കി നമ്മൾ ശീലിക്കുക. ശമ്പളം പലരുടെയും കുറഞ്ഞൊടുങ്ങി വലിയ പ്രതിസന്ധിയാണ്. നമ്മളത് മൂടി വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ആ പ്രതിസന്ധി വന്നു തുടങ്ങി. എത്ര ഹോട്ടലുകളാ പൂട്ടിയെന്നറിയോ? അപ്പൊ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ഇറാൻ ആക്രമിക്കില്ല എന്ന് പറയാൻ കാരണം ഗൾഫ് രാജ്യങ്ങളിലെ സമ്മർദ്ദമാണ് അമേരിക്കനെ കൊണ്ട് അവസാനിപ്പിക്കാൻ. പക്ഷേ ഇറാന് ഇസ്രയേലുമായിട്ട് യുദ്ധം തുടരും. വളരെ തന്ത്രപരമായി ട്രംപ് കണ്ട് പിന്മാറി. ഞാൻ പറയുമ്പോൾ ഇത് ട്രംപ് ജയിച്ചതല്ല, ട്രംപ് തോറ്റോടിയതാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നി കമന്റ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇറാന്റെ കയ്യിൽ അണുവായുധങ്ങളില്ല. ഇറാന്റെ കയ്യിൽ ഈ പറയുന്ന വലിയ വലിയ ആയുധ ശേഖരങ്ങളെന്ന് പറയാൻ ഇസ്രായേലിനുള്ള അമേരിക്കയോളില്ല. പക്ഷെ അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഒന്നാമത് അവർക്ക് വെനിസ്വേല പോലെയോ ക്യൂബ പോലെയോ വിയറ്റ്നാം പോലെയോ അല്ല ഇറാൻ. മരിച്ചാലും സ്വർഗത്തിലേക്കാണെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ പോരാളി. കാരണം അവിടുത്തെ സൈന്യത്തിനേക്കാൾ വലിയ വിപ്ലവകാരികളാണ് ഈ ഒരു അയത്തുല്ലാ ഖുമൈനി നിർമ്മിച്ച ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് എന്ന് പറയുന്ന ഗാർഡ്. അവർ പരിശീലനം ലഭിച്ച സൈന്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ കാലാൾപ്പടയൊക്കെ ഇറാനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് സ്രാവിനിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊരു രഞ്ജി പണിക്കരുടെ സിനിമയിലെ ഡയലോഗ് മാത്രമല്ല, അത് റിയൽ സംഭവം തന്നെയാണ്. ഇപ്പൊ ഈ സൈന്യവും റവല്യൂഷൻ ഗാർഡിനൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉണ്ടായിക്കോട്ടെ. എന്നിട്ടും ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനോ അവരുദ്ദേശിക്കുന്ന രീതിയിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോ യുറേനിയം അവർക്ക് എടുക്കാനോ ഒന്നും അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖാർക്കെ ദ്വീപ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാതെയാണ് ട്രംപ് യുദ്ധം നിർത്തിയിട്ട് എന്തെങ്കിലും തടി സലാമത്താക്കണത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ട്രംപ് ജയിച്ചു എന്നുള്ളത്? എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ ഞാൻ ഇന്റർനാഷണൽ വാർത്തകളൊക്കെ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് ഇത് ഇറാന്റെ ജയമാണ്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ രാജാവ് പറഞ്ഞത് ചെറു രാജ്യങ്ങൾക്കൊക്കെ യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ മിടുക്കല്ല, ചെറു രാജ്യങ്ങളുടെ മിടുക്കാണ്. അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഇറാന്റെ ജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രംപിന്റെ അവകാശവാദം ശരിയാണെന്ന് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. ട്രംപ് ഭയന്നോടിയതാണെന്ന് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.